ബിഗ് ബോസിന്റെ ഈ ആഴ്ചയിലെ അവസാന വോട്ടിംഗ് റിസൾട്ട് നമുക്ക് നോക്കാം. ആരാണ് ഈ ആഴ്ച ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോകാൻ സാധ്യതയുള്ളത് ഒക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുകൊണ്ട. വീഡിയോ കണ്ട് കഴിഞ്ഞ് കുറെ ആൾക്കാർ മറന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എന്തായാലും നോക്കാം ആരൊക്കെയാണ് വോട്ടിംഗ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്, ആരൊക്കെയാണ് വോട്ടിംഗിൽ ലാസ്റ്റ് നിൽക്കുന്നത്, ആരൊക്കെയാണ് പോകാൻ സാധ്യത എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ബിഗ് ബോസ് വോട്ടിംഗിൽ നിലവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഷാനവാസ് ആണ്. ഷാനവാസിന് ഇട്ടിരിക്കുന്ന വോട്ട് 11,157 വോട്ടാണ് ഷാനവാസിന് ഇട്ടിരിക്കുന്നത്. ഇത്രയും ദിവസം ഈ കഴിഞ്ഞ കുറേയധികം മണിക്കൂറുകളിൽ നൂറായിരുന്നു ഒന്നാം സ്ഥാനത്ത് ഉണ്ടായിരുന്നത് വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട്. കാരണം എന്താ വെച്ചാൽ ഷാനവാസ് കുറച്ചധികം മണ്ടത്തരങ്ങൾ കഴിഞ്ഞ ആഴ്ച കാണിച്ചിട്ടായിരുന്നു. അത് ഈ ആഴ്ച കാണിക്കാതിരുന്നത് കൊണ്ട് തന്നെ ഷാനവാസ് കുറച്ച് കയറി വന്നു, ലാസ്റ്റ് ആയ സമയത്ത് കയറി വന്നു. അതൊക്കെ കുറച്ച് പുറകിലായിരുന്നെങ്കിലും പിന്നീട് വോട്ടിംഗിൽ ഷാനവാസ് കയറി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഷാനവാസ് ഇപ്പൊ നിലവിൽ വോട്ടിംഗിൽ ഒന്നാം സ്ഥാനത്തുണ്ട്. അടുത്ത വോട്ടിംഗിൽ രണ്ടാം സ്ഥാനത്ത് നൂറയാണ്. നൂറയ്ക്ക് ഇട്ടിരിക്കുന്ന വോട്ട് 11,050 വോട്ടാണ് നൂറയ്ക്ക് ഇട്ടിരിക്കുന്നത്. നൂറാണ് നിലവിൽ വോട്ടിംഗിൽ ഇപ്പൊ രണ്ടാം സ്ഥാനത്തുള്ളത്. അടുത്ത വോട്ടിംഗിൽ മൂന്നാം സ്ഥാനത്തുള്ളത് നെവിനാണ്. നെവിൻ ഇട്ടിരിക്കുന്ന വോട്ട് 9,944 വോട്ടാണ് നെവിൻ കിട്ടിയിരിക്കുന്നത്. നെവിനാണ് ഇപ്പൊ നിലവിൽ മൂന്നാം സ്ഥാനത്തുള്ളത്. അടുത്ത വോട്ടിൽ നാലാം സ്ഥാനത്തുള്ളത് അക്ബറാണ്. അക്ബറിന് ഇട്ടിരിക്കുന്ന വോട്ട് 9,942 വോട്ടാണ് അക്ബറിന് ഇട്ടിരിക്കുന്നത്. അക്ബറാണ് ഇപ്പൊ നിലവിൽ വോട്ടിൽ നാലാം സ്ഥാനത്തുള്ളത്. അടുത്ത വോട്ടിൽ അഞ്ചാം സ്ഥാനത്തുള്ളത് ലക്ഷ്മിയാണ്. ലക്ഷ്മിക്ക് ഇട്ടിരിക്കുന്ന വോട്ട് 9,938 വോട്ടാണ് ലക്ഷ്മിക്ക് ഇട്ടിരിക്കുന്നത്. ലക്ഷ്മിയാണ് ഇപ്പൊ നിലവിൽ വോട്ടിൽ അഞ്ചാം സ്ഥാനത്തുള്ളത്. അടുത്ത വോട്ടിൽ ആറാം സ്ഥാനത്തുള്ളത് ആര്യനാണ്. ആര്യൻ ഇട്ടിരിക്കുന്ന വോട്ട് 9,936 വോട്ടാണ് ആര്യൻ ഇട്ടിരിക്കുന്നത്. അപ്പൊ നൂറയും ഷാനവാസും ഒഴികെ ബാക്കി ഈ 4 പേരും അത്യാവശ്യം ഏകദേശം ഒരു അടുത്തടുത്താണ് ഇതിൽ ഒരു വോട്ടിംഗിൽ നിൽക്കുന്നത്. അപ്പൊ ഇത് ഒഫീഷ്യൽ അല്ലാത്തത് കൊണ്ട് തന്നെ, ഇത് അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് ആണ്. ഒഫീഷ്യൽ അല്ലാത്തത് കൊണ്ട് തന്നെ ജിയോ ഹോട്ട്സ്റ്റാറിൽ എങ്ങനെയായിരിക്കും ഇവർക്ക് വോട്ട് കിട്ടിയിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം ഈ 4 പേരും അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടിൽ ഏകദേശം അടുത്തടുത്താണ്. ആര് വേണമെന്നെങ്കിലും പുറത്തു പോവുക എന്നുള്ളൊരു സാധ്യതയിലാണ് ഈ 4 പേര് നിൽക്കുന്നത്. പക്ഷേ ജിയോ ഹോട്ട്സ്റ്റാറിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള സൈറ്റിൽ എത്ര വോട്ടാണ് കറക്റ്റ് ആയിട്ട് ആൾക്കാർ കിട്ടിയത് അവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും നമുക്കിതൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ആഴ്ച അത്യാവശ്യം 4 പേര് ഒരു ഡേഞ്ചർ സോണിലാണ് നിൽക്കുന്നത്. നൂറയും ഷാനവാസും ഒഴിച്ച് ഈ ബാക്കി 4 പേരും ഡേഞ്ചർ സോണിലാണ്. ആര് വേണമെന്നുണ്ടെങ്കിലും പുറത്തു പോകാം എന്നുള്ളൊരു സാധ്യതയിലാണ് ഇപ്പൊ നിലവിൽ നിൽക്കുന്നത്. നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒഫീഷ്യലായിട്ട് എത്ര വോട്ട് കിട്ടിയെന്നുള്ളത് നമുക്കറിയില്ല, പക്ഷെ അൺഒഫീഷ്യലായിട്ട് നമുക്ക് ഇതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഈ 4 പേരും ഒരു ടൈറ്റ് കോമ്പറ്റീഷനിലാണ് ഇപ്രാവശ്യം നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അക്ബറിനെയും ആര്യനെയും ഒരുപക്ഷെ ബിഗ് ബോസ് വിടാനുള്ള സാധ്യതയില്ല. കാരണം വോട്ട് നമുക്ക് അവർക്ക് എത്ര വോട്ട് കിട്ടിയിരുന്നത് അറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അവർ രണ്ടുപേരും എവിക്റ്റ് ആവാനുള്ള സാധ്യതയില്ല. പിന്നുള്ളത് നെവിനും ലക്ഷ്മിയാണ്. ഈ നെവിനെ ലക്ഷ്മിയിലെ ആരെങ്കിലും ഒരാൾ പുറത്താകാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. ഒന്നില്ലെങ്കിൽ ഇവർ രണ്ടുപേരിനെയും പുറത്താക്കാം, അത് ഡബിൾ എവിക്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ അക്ബറും ആര്യനും എല്ലാം ഒരു ടൈറ്റ് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. പക്ഷെ രണ്ടുപേരും വിടുകയാണെന്നുണ്ടെങ്കിലും ഈ ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ ആയതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരെ വിടില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്റെ ഒരു തോന്നൽ മാത്രമാണ്, ശരിയാണോ ഇല്ല എന്നൊക്കെ നമുക്ക് എപ്പിസോഡ് കഴിഞ്ഞിട്ട് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് കണ്ടറിയാം. അപ്പൊ ഈ 4 പേരും ഡേഞ്ചർ സോണാണ്. ഈ 4 പേരിൽ ആര് പോകും എന്ന് നമുക്ക് എപ്പിസോഡ് കണ്ടു തന്നെ മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് എത്ര കാര്യങ്ങളൊക്കെ തന്നെ ഒരു വീഡിയോയെ കുറിച്ച് പറയാനുള്ളൂ. ഇതൊക്കെയാണ് നിലവിലെ വോട്ടിംഗ് റിസൾട്ട്. ഈ 4 പേരും ഡേഞ്ചർ സോണാണ്. ആര് വേണമെന്നെങ്കിലും പോകാം, നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇതേപോലത്തെ ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ ലൈക്ക് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു വീഡിയോ കാണാം. ബൈ.